നമസ്കാരം. പത്തനംതിട്ടയിലെ പുല്ലാട് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ ഭർത്താവ് പിടിയിൽ. ഭാര്യ ശ്യാമ എന്ന ശാരിമോളെ കൊലപ്പെടുത്തിയ ജയകുമാറാണ് പിടിയിലായത്. ജയകുമാർ ആക്രമിച്ച ഭാര്യ പിതാവ് ശശിയും ബന്ധു രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തിരുവല്ല നഗരത്തിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ജയകുമാറിനായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ശനിയാഴ്ച രാത്രി 9:30-യോടെയാണ് കവിയൂർ കോട്ടൂർ സ്വദേശി അജി എന്ന ജയകുമാർ ഭാര്യ ശാരിമോളെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവശേഷം മുങ്ങിയ പ്രതിയുടെ പക്കൽ മൊബൈൽ ഫോണോ പേഴ്സോ ഉണ്ടായിരുന്നില്ല. ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് അന്ന് തന്നെ വ്യാപകമാക്കിയിരുന്നു. പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തി. വിവിധ സ്റ്റേഷനുകൾക്കും ജില്ലയ്ക്കും പുറത്തും പ്രതിയെ സംബന്ധിച്ച സന്ദേശവും കൈമാറിയിരുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ആളുകൾക്ക് പോലീസിനെ അറിയിക്കേണ്ട ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. കുടുംബകലഹമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. ജയകുമാറും ഷാരിയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് വിവരം. ഷാരിമോളെ ഭർത്താവ് ജയകുമാറിന് സംശയമായിരുന്നു. ഇതാണ് വഴക്കിന് പ്രധാന കാരണമായതും. ശാരീരിക ഉപദ്രവമടക്കം പതിവായതോടെ ഷാരിമോൾ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പലവട്ടം യുവതി പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ കൗൺസിലിംഗ് നൽകി വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത്. കവിയൂരാണ് ജയകുമാറിന്റെ വീട്. ശാരിമോളുടെ വീട് പുല്ലാടാണ്. ഇവിടെയായിരുന്നു ശാരിമോളും ഭർത്താവ് ജയകുമാറും 3 പെൺമക്കളും താമസിച്ചിരുന്നത്. ശനിയാഴ്ച രാത്രിയും പതിവ് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി. പ്രശ്നം വഷളായി. ഇതിനിടയിലാണ് ജയകുമാർ ഭാര്യ ശാരിയെയും ശാരിയുടെ അച്ഛൻ ശശി, അദ്ദേഹത്തിന്റെ സഹോദരി രാധാമണി എന്നിവരെ കുത്തിവീഴ്ത്തിയത്. പരിക്കേറ്റ 3 പേരുടെയും ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയെങ്കിലും പുലർച്ചെയോടെ ശാരി മരിച്ചു.